കാസർഗോഡ് കുണ്ടൂർ ടിവിക്ക് വേണ്ടി വാർത്തകൾ വായിക്കുന്നു ഔക്കറിനെ. അർജന്റീനയും ജർമ്മനുമായുള്ള മത്സരത്തിൽ 4 ഗോളിന് പരാജയപ്പെട്ടു അർജന്റീന. ഇതിനെ തുടർന്ന് കാസർഗോഡിൻ്റെ മുക്കിലും മൂലയിലും പ്രശ്നങ്ങൾ പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ നമ്മളെ റിപ്പോർട്ടർ അന്തക്ക ലൈനിലുണ്ട്. അന്തക്കാനോട് എന്താണ് പ്രശ്നം തന്നെ ചോദിക്കാം. ഹലോ ഹലോ അന്തക്ക കേൾക്കുന്നുണ്ടോ? അന്തക്ക കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. കാരണം ഇന്നലെ ബ്രസീൽ തോറ്റതിന്റെ സന്തോഷമാണ് ഇവിടെ അവർ കാണിക്കുന്നുള്ളത്. കാരണം ഇന്ന് അർജന്റീന തോറ്റതിന്റെ സന്തോഷം കൂടി അവർ ഇവിടെ പങ്കുവെക്കുകയാണ്. വെടിക്കെട്ടുകളും മുദ്രാവാക്യങ്ങളും വിളിച്ച് ആൾക്കാർ റോട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇതിൽ കൂടി ഓടുന്നുണ്ട്. അതിന് പിന്നാലെ പിന്നെയും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ മതിലുകൾ ചാടുന്നുണ്ട്. ഇരുട്ടായതിനെ കൊണ്ട് ഒന്നും വ്യക്തമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നില്ല. കാരണം ഇവിടെ തൊട്ടടുത്താണ് നോമ്പൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലം. അതിലെ കൂടി 6 ആൾക്കാർ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ കുറേ ആൾക്കാർ ഓടിയിട്ടുണ്ട്. അവരെ പിടിക്കാൻ പോയ ആൾക്കാർ പുഴയിൽ വീണിട്ട് അവരെ രക്ഷപ്പെടുത്താൻ കുറച്ച് ആൾക്കാർ പിന്നെയും ഇവിടുന്ന് ഓടുന്നുണ്ട്. കാരണം മുള്ളുവേലി ചാടുമ്പോൾ 2 പേര് കുടുങ്ങിക്കിടക്കുകയാണ് ഇവിടെ. അവരെ ബ്രസീലിന്റെ ആൾക്കാർ ഇവിടെ ഒരു കുടുക്ക് വലയിൽ കണിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് നമ്മൾക്ക് അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഇതിനു മുമ്പ് 3 കളിയിലും ഓഫ് സൈഡിലൂടെയായിരുന്നു അതിലൂടെയാണ് നിങ്ങൾ വിജയം കൈവരിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഗോൾ പോലും നിങ്ങൾ കുട്ടികളല്ലേ? നിങ്ങളല്ലേ പറഞ്ഞു ബാനറിൽ എന്റെ ജീവിതത്തിലെ കുട്ടികളാണ്. എന്റെ ജീവിതത്തിൽ ഇന്നലെ രാത്രി ബ്രസീൽ തോറ്റ ആ ദിവസമാണ് എന്റെ ജീവിതം സഫലമായ ആ ദിവസം. ഇപ്പോൾ നമ്മൾ കണ്ടത് അർജന്റീനയുടെ പ്രതികരണമായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതിലും കൂടുതൽ നമ്മൾക്ക് വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. ഹലോ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 9ാം നമ്പറാണ് അമ്പാച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാരണം അദ്ദേഹം ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഒരു മതിലിന് ചാരി നിൽക്കുകയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട അണികളൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ വളരെ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ബ്രസീലിന്റെ ആൾക്കാർ. കാരണം അദ്ദേഹം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വെള്ളങ്ങൾ എത്ര കുടിച്ചാലും ദാഹം തീരാത്തൊരു അവസ്ഥയിലാണ്. അദ്ദേഹം നല്ലൊരു ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഗൾഫിൽ. അദ്ദേഹം ഈ കളിക്കും വേണ്ടിയിട്ട് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ വന്നതാണ്. കാരണം ഇപ്പോൾ കയ്യിലുണ്ട് ഇളക്കിയിട്ട് പാനാമോന്നിന് പിടിച്ച മട്ടാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. കാരണം തീർച്ചയായിട്ടും ഞാൻ നാളെ നിങ്ങളെ നാളെ വീണ്ടും നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു അന്തക്ക, താങ്ക് യു. ഇന്നത്തെ വാർത്തന്റെ 2ാം ഘട്ടം നാളെ രാത്രി കൃത്യം 10 മണിക്ക് നിങ്ങൾക്ക് കേൾക്കാം. ഗുഡ് ബൈ.